ഇങ്ങനെ വന്നേ, ഇതിനകത്ത് മീൻ പിടിച്ച ഉളുമ്പുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വെൽക്കം ടു നിസാംസ്. ഇന്നത്തെ ഫിഷിങ്ങിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പൊ ഓരോരുത്തരെ വിധം പരിചയപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഒരു ആംഗ്ലേഴ്സ് ക്ലബ് അല്ലേ? നിങ്ങൾ എന്താ ക്ലബ്ബ്? ആംഗ്ലേഴ്സ് ആംസ്. എവിടെ സ്ഥലം? എവിടെ? അപ്പൊ അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ക്യാച്ചർ റിലീസിന്റെ ഉസ്താദ് നമ്മുടെ ഗഫൂർക്ക. ഇവരാരും ഒരുപാട് വാചാലനായിട്ട് സംസാരിക്കില്ല. പിന്നെ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അമിയാണ്. പരിചയപ്പെടുത്തുന്നു. അമി പറ. ഗഫൂർ. ആ, എന്റെ പേര് പ്രണവ്. പ്രണവ്. വൈശാഖ്. ബാലു. ബാലു. ബാലിച്ചാട്ടന്റെ ക്ലബ് മഹേന്ദ്ര എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ അറിയപ്പെടുന്നത്. കാരണം പുള്ളിക്ക് മാത്രമേ മെമ്പർഷിപ്പ് ഉള്ളൂ. ആ ബേസിലാണ് ഞങ്ങൾ പല സ്ഥലത്തും പോയിട്ട് പൊളിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മള് എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, ഒരുപാട് മത്സ്യങ്ങൾ, ഒരുപാട് ഡിഫറെന്റ് കാറ്റഗറി കിട്ടാൻ സാധ്യതയുള്ള നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അതേ ലൊക്കേഷനിൽ തന്നെയാണ്. ഇതൊരു ഫീൽഡ് ടെസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, പ്യുവർലി ബേസ്ഡ് ഓൺ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് എന്റർടൈൻമെന്റ്. ഗഫൂർക്ക പുളിക്കോ? പോയോ? വിട്ടുപോയാ? പറ്റയാണാ? പറ്റയാ? കണ്ടോ? കാളാഞ്ചിയാ? കാളാഞ്ചിന്ന് പറയുന്നു. പുള്ളിയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ബാലിച്ചാട്ടന് മീൻ 2-3 സ്ട്രൈക്ക് കിട്ടി അല്ലേ? നല്ല അടിപൊളി 2-3 സ്ട്രൈക്ക് കിട്ടി. ഒന്നും ലാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പുള്ളി മടിയനാണ്. സാധാരണ നിന്നിടത്ത് നിന്നിട്ട് 500 കാസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്നെന്ത് പറ്റി? ചെയ്യണ്ട്, സമയമായി വരുന്നത്. ശരിക്കും നമ്മുടെ ടൈമിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതല്ല, ടൈം മിഡ് നൈറ്റ് ആണ്. അപ്പം അത് കാരണം ഈ സമയത്ത് ഒരുപാട് ഞങ്ങൾ എഫേർട്ട് എടുക്കുന്നില്ല. മിഡ് നൈറ്റ് പൊളിക്കും. ഓ, അമിക്ക് കാളാഞ്ചി. കാളാഞ്ചി കാളാഞ്ചി. ഓ അമി, അമിക്ക് കാളാഞ്ചി. ഒച്ച ഉണ്ടാക്കണ്ടേ? എടാടാ, അങ്ങോട്ട് പോ, അങ്ങോട്ട് അങ്ങോട്ട് പോ. ആ കോർണറിൽ പോ. ആ അടിയിലേക്ക് ഇറങ്ങ്. ഓ, അത് തുറക്ക. തുറന്നിട്ടിറങ്ങ്. ഓ, സൂക്ഷിച്ച് ഹാൻഡിൽ വിത്ത് കെയർ. കൈ വറക്കുന്നുണ്ടോ? ഡോറ് പൊട്ടിക്കാതെ നമ്മൾ കാളാഞ്ചിയിൽ ഇന്ന് ആദ്യമായിട്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ദ ഗ്രേറ്റ് ആംഗ്ലർ അമി വിടാൻ പോവാ. ചാടും. നല്ല കലക്കൻ ചെമ്പ് കിട്ടും. ഹെവി മാസീവ് വൺ. അവിടെ പൊങ്ങി. നിങ്ങൾക്ക് ബൈക്കാസ്റ്ററിൽ ഡ്രാഗ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒച്ച കേൾക്കാൻ പറ്റില്ല, പക്ഷെ ഇത് എടുക്കുന്നുണ്ട്. എല്ലാ കൺട്രോളും ഈ ഒരു വിരല് കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ പേര് പറയും മര്യാദക്ക് പിടിച്ചോണ്ടിരിക്കുന്നത് ശല്യപ്പെടുത്തല്ലേ, പക്ഷെ ഇതൊക്കെ ഒരു ചാടിക്കേ. ഒരു ചാട്ടം കൂടി ചാടും. ഡ്രാഗ് പോണം. ഇതാണ് ഡ്രാഗ് എടുക്കുന്നത്. അത് തമ്പ് വെക്കും. ഞാൻ വെക്കട്ടെ. ഓ, നിക്കണില്ല. നിങ്ങളിലേക്ക് എത്തിക്കുന്ന പല വീഡിയോസും ഒരുപാട് സമയം, ശരിക്കും ഒരു ഫിഷിന് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മളിവിടെ കയറ്റുന്നത്. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, ട്രിം ചെയ്ത് ഒരു 15-20 മിനിറ്റ് ആക്കി എടുക്കുന്ന ഒരു വീഡിയോയുടെ നല്ല വാട്ടർ കറന്റ് ഉണ്ട്. അത് കാരണം അമി കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്.
ഫൈറ്റ് അല്ലേ? പുഴയിലൊക്കെ വായി കുടിയല്ല, ബാക്കി കുടിക്കാം, ഡെയിലി കുടിക്കാം, ഡെയിലി കുടിക്കാം. ഓ, അങ്ങനെ പിടിക്കല്ലേ? ലാൻഡിങ് നെറ്റ് എപ്പോഴും പൊക്കത്ത് പിടിക്കുക. വലിച്ചോണ്ട് പൂഞ്ഞാൻ പോവുകയാണല്ലേ? ഫൈറ്റ് നിൽക്കുന്നില്ല, മഞ്ഞില്ല. എൻജോയ് ചെയ്തില്ലേ? കാരണം ഇത് കഴിയുമ്പോ കൈ വറക്കണ കാണിച്ചു തരുമോ? ഇല്ല, കഴിഞ്ഞ് കൈ വെക്കാൻ സമയം ഉണ്ടായി, ഇപ്പൊ കഴിഞ്ഞത്. യെസ്, ലാൻഡഡ്. അങ്ങനെ പൊക്കല്ലേ? ഇതുമേ പിടിക്കുക. ലാൻഡ് നെറ്റ് പൊട്ടിപ്പോവും. അതുമേ പിടി. അത് പൊക്കും. ഓ, ഇത് ഹെവി ആട്ടോ. വലിച്ചു കേട്ടടാ അവനാ. ഒത്തിരി കഷ്ടപ്പെട്ടു. അമ്മിയുടെ പകുതിയുണ്ട്. അമ്മിക്ക് ആരൊക്കെ ലിപ് കിസ് കൊടുക്കുന്നേ? ആരൊക്കെ ലിപ് കിസ് കൊടുക്കുന്നേ? വേണം. ഞാൻ ഇനിയെ ഉദ്ദേശിച്ചത്. സൂക്ഷിച്ചെടുക്കും, ഡാമേജ് വരുത്താതെ. അമ്മീ ഒന്ന് സൈഡിൽ പിടിച്ചേ. ഓ, ഇങ്ങോട്ട് അടുത്ത് പിടിക്ക്. ഇല്ല, ഫോട്ടോ തരില്ല. താത്തിപ്പിടി. ഹെവി കേട്ടോ, ഹെവി. അതിന്റെ വെയിറ്റ് ഒന്ന് നോക്കിയേ. ഇല്ല, ഇത് വെയിറ്റ് ഉണ്ട്. കാണിച്ചേ. അത് നോക്കിയേ. മറ്റേ ഇത് പിടി. 8.5 8.5 കിലോ. ഇന്ന് പിടിച്ചേ. ഒരു പക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും ഇത്രയും വലിയ കാളാഞ്ചി. അമ്മ ഒന്ന് ഇങ്ങനെ തിരിഞ്ഞടാ. ആ കാളാഞ്ചിയുടെ സൈസ് എത്രയാണെന്നാ പറഞ്ഞേ? 8.5. അത് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചേ. കാളാഞ്ചിനെ കാണിച്ചേ. ഇത്രയും വലിയ കാളാഞ്ചിനെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഇനി നിക്ക്. ഇങ്ങനെ വന്നേ. ഇതിനകത്ത് മീൻ പിടിച്ച ഉളുമ്പുണ്ട്. ബാലിച്ചേട്ടാ, ആ ചങ്ക തകർന്ന സീനാണ്. ഒരു കളനെ പിടിച്ച് എന്തായാലും ആഗ്രഹമായിരുന്നു. അത് ഒരു മാസത്തിനുള്ളിൽ ആഗ്രഹമായിരുന്നു. കാരണം സാറ് പുഴന്ന് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നാറില്ല. ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് ആഗ്രഹം സഫലമായി. വീട്ടിൽ സന്തോഷമുള്ളൂ. നിനക്ക് എന്താ പറയാനുള്ളത്? പിന്നെ ഏതാ കാളാഞ്ചി? അത് റിലീസാക്കുന്ന തന്നെ കാണാൻ എന്ത് രസമാണ്. ഗഫൂർക്ക ഇല്ലേ? നിങ്ങൾ പറ. എന്ത് ഇങ്ങനെ കൊരല് പോയിരിക്കുക. ഇവരുടെ നാട്ടിലെ ഒച്ചയ്ക്ക് പറയുന്ന പേരാണ് കൊരല്. ബാലിച്ചേട്ടൻ ഒന്നും പറയാനില്ല. അമി ഹീസ് ദ മാൻ. പ്രോ ആംഗ്ലർ അമി ഉയർ. ഇങ്ങോട്ട് നോക്കടാ, അമി ഉയർ. അപ്പൊ നമുക്ക് ഇനിയും വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്.
സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ ആ തമ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ആ ചൂണ്ടുവിരൽ എടുത്തിട്ട് ഈ പറയുന്ന ആ ബെൽ ബട്ടണിലും ആ സബ്സ്ക്രൈബ് ബട്ടണിലും ഒന്ന് നെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി. ഹീസ് ദ ഹീറോ, ഹീസ് ദ ലക്കിയസ്റ്റ് മാൻ. പറഞ്ഞോ ഒരു സൈനിങ് ഓഫ് എന്ന് പറയുമ്പോ അധ്യക്ഷ പ്രസംഗമല്ല ഉദ്ദേശിച്ചത്. എല്ലാ തവണയും പറയും പോലെ അല്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനത്തെ ഒരു മാസീവ് ഒരു വരാൻ വേണ്ടി അമ്മിയുടെ ലൈഫിൽ ആദ്യത്തെയാണ് ഇത്രയും വലുതും. അതെ, അല്ല ഇതിന്റെ പറ്റ വരെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇതിലും വലുത് ഒത്തിരി ചാടിപ്പോയിട്ടുണ്ട്. ഇതിനെ പീഡിപ്പിച്ചിട്ട് ഇവൻ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്കാരം ചെയ്തിട്ട് എത്ര എണ്ണം ഇതേപോലത്തെ പോയിട്ടുണ്ട്, ഒരുപാട് പിടിച്ചതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതൽ പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്ര സൈസുള്ള അവൻ ലാൻഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നതും. ഞാൻ ചെയ്തിട്ടില്ല, ഭയങ്കര ആഗ്രഹമായിരുന്നു. ഗഫൂർക്ക് ചെയ്തിട്ടുണ്ടോ ഇത്രയും വലുതിനാ റിലീസ്? ഇല്ല. നിങ്ങൾ ആരെങ്കിലും പിടിച്ചിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ ഓക്കെ, ഇത് ഒരു സന്തോഷം. അമി, അപ്പൊ എല്ലാരും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെങ്കിലും പറയടാ. ഇടിച്ചു പൊളിക്കും, ഇടിച്ച് തല്ലി പൊളിക്കേ. പറയ് എന്തെങ്കിലുമൊക്കെ പറ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെ, ആ പറഞ്ഞതാണ് കാര്യം. നിസാം ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഇത് വളരെ ഇതായിട്ട് അവൻ്റെ ഫ്രണ്ടായിട്ട് കൂടി പറയാണ്, കുറച്ചുകൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവന് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച ഇതൊന്നുമല്ലല്ലോ നീ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച തെറി പറഞ്ഞു, അത് വേറെ കാര്യം. അത് ഇനിയും ഭാവിയിൽ ഇനിയും ഉണ്ടാവും പലതും. അപ്പൊ എല്ലാവരും സ്നേഹത്തോടു കൂടി കൂടെ നിൽക്കുക. അടുത്തന്നെ പ്രതീക്ഷ ഒരു വീഡിയോ എടുക്കുന്നത്, നമ്മൾ ഇടി പിടിക്കുന്നത്. പക്ഷെ ചാനലിൽ കാണിക്കില്ല. ബോട്ടൊക്കെ ഒരുപാട് ഇടി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ ചാനലിലൂടെ കാണിക്കുന്നില്ല. ഇവന്റെ യഥാർത്ഥ സ്വഭാവം ഇതല്ല, ഒരു മര്യാദ ഇല്ലാത്ത ഒരു മെനഘട്ടവനാണ്. പക്ഷെ ഇന്നത്തെ സ്റ്റാർ അമിയാണ്. അപ്പൊ അമി ഉയർ, അമിയുടെ കുറെ ഫാൻസ് ഉണ്ട് കേട്ടോ. അവരുടെ ആരെങ്കിലും പേരറിയാം? ഞാൻ ആ കമന്റ് ഒക്കെ വെട്ടി ഞാൻ അമിക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഫാൻസ് എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ നിസാം ആൻഡ് വിത്ത് അവർ ഓൾ ക്രൂ സൈനിങ് ഓഫ്.